കിടക്കട്ടെ. ആലപ്പുഴക്കാരനാണ്. അപ്പൊ ഡിമോട്ടിവേറ്റ് ചെയ്യാനും ചവിട്ടി താഴ്ത്താനും ശ്രമിക്കുന്ന ഒരു ലോകത്ത് കണ്ടോ എന്താണ് കേട്ടാ നിങ്ങക്ക് മിണ്ടായിരുന്നൂടെ? സീരിയസ് അതല്ല എന്റെ സീരിയസ് ക്വസ്റ്റ്യൻസ് ഇവനങ്ങനെ ഒന്നല്ല, എനിക്കങ്ങനെ കാണാൻ പറ്റില്ല. അവന് ഭയങ്കര സീരിയസ് ആയി പോയി കഴിഞ്ഞാൽ അർജുൻ ചേട്ടനും ചിലപ്പോ സീരിയസ് ഞാൻ വന്നു പണ്ട് അഭിനയിച്ച പടം കാണുമ്പോ തോന്നാറുണ്ട്. അതെ അങ്ങനെ 7 കമ്മലായിരുന്നില്ലേ? ലാലേട്ടൻ എവിടെ വെച്ച് തെറ്റി വെച്ച്. ഓക്കെ. അതെന്താ നീ എല്ലാം നല്ല ഈസി ആയിട്ടല്ലേ ചെയ്യുന്നത്? അതെന്താ മുന്നേ വണക്കം. എനിക്കറിയില്ല മലയാളം. കുറച്ച് മലയാളം മാവിലൊക്കെ കരുതി. രമയുഗം ആടുജീവിതം എന്നോടാ പറയുന്നത്. എന്റെ അടുത്താണല്ലോ ചോദിച്ചത്. അതെ, എന്റെ അടുത്തുള്ളൊക്കെ പഠിപ്പിക്കുന്നടാ. I also like 22 female Kottayam. 22 ഫീമെയിൽ കോട്ടയം. ഓക്കെ. എടുത്ത് പറഞ്ഞ ചോദ്യങ്ങൾ. കുഴമ്പുരി എപ്പോ കഴിച്ചത്? മൂടാ സലീമേട്ടന്റെ ഡയലോഗാണ്. പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്ക് എന്റർടൈൻ ചെയ്യുമായിരുന്നു. ഇതിനപ്പുറം കിടന്നാൽ മമ്പറം അലിക്കുഞ്ഞി സാഹിബിന്റെ മൂത്ത മകൻ ഭാവയ്ക്ക് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. ജയസൂര്യയുടെ സിനിമ ചന്ദ് കല്യാണാമിന് ജയസൂര്യ അല്ല ശരിയാണല്ലോ. എനിക്ക് എന്ത് തോന്നാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നില്ലേ? മലയാള സിനിമ മൊത്തത്തിൽ ഉറ്റുനോക്കിയിരുന്നാണ് നാഷണൽ അവാർഡിന്റെ ഒരു അനൗൺസ്മെന്റ്. ഡ്രീം ലെവലിൽ ഒരു കാണിച്ചെന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്നുള്ളൊരു ആക്ടർ. നിഷേധം ആരും കാണാൻ പോകുന്നു, ആരും വിളിച്ചു കൊടുക്കൊന്നുമില്ല. അത് ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു ആർ വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ്. അപ്പോൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം മാത്രമല്ല, നമുക്ക് ഒരു തലവര വരുന്നുണ്ട്. വലിയൊരു ആഘോഷമാക്കുന്ന ഒരു ചിത്രമാണെന്നാണ് അർജുൻ ചേട്ടൻ പറയുന്നത്. വിശേഷങ്ങൾ ചോദിച്ചറിയാം. രേവതി ഉണ്ട്, അർജുൻ ചേട്ടൻ ഉണ്ട്, വിഷ്ണു ഉണ്ട്, ആൻഡ് മനോജ് ഉണ്ട്. വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. കിടക്കട്ടെ, പ്രൊമോഷനൊക്കെ അല്ലേ? പറയൂ, എന്താണ് ശരിക്കും തലവര, ആരുടെയൊക്കെ തലവര മാറ്റാൻ പോകുന്ന ചിത്രമായിരിക്കും? എല്ലാവരുടെയും മാറണമെന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. ഓ, ഭയങ്കര ഒഫീഷ്യലി അല്ല. ജൂണിന് ശേഷം ഒരു കംപ്ലീറ്റ് റൊമാൻസിലേക്ക് മാറുന്നുണ്ട്. അതിൽ പാട്ടൊക്കെ നമുക്ക് കിട്ടിയ അവൈലബിലിറ്റി വെച്ചിട്ടാട്ടോ പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ ഒരു പഴയ കാമുകനെ കാണുന്നുണ്ട്. ശരിക്കും ജൂണിൽ നിന്നും തലവരയിലേക്ക് വരുന്ന ഒരു കാമുകൻ എത്രത്തോളം റൊമാൻറ്റിക് ജേണി എങ്ങനെയാണ്? ജൂണിലിപ്പോ അതെനിക്ക് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, അതാണ് ഒരു ടെൻഷൻ. ജൂണിൽ ആക്ച്വലി ഇവനാണ് ആ പെണ്ണിന്റെ പുറകെ നടക്കണതും പരിപാടിയൊക്കെ പിടിക്കണമെങ്കിൽ ഇത് നേരെ തിരിച്ചുള്ള ഒരു പരിപാടിയാണ്. കാരണം ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ഒരാള് അല്ലെങ്കിൽ വെറ്റ്ലിഗോ ഉള്ള ഒരു വ്യക്തി എപ്പോഴും ഞാൻ മീറ്റ് ചെയ്ത ഒരാള് കുറച്ചുപേരെ മീറ്റ് ചെയ്തായിരുന്നു. അതിൽ ചില ആൾക്കാർക്ക് ചില ഇൻസെക്യൂരിറ്റി ഉണ്ട്. കാരണം എന്തായാലും ആൾക്കാരെ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യണേ, അല്ലെങ്കിൽ ചില ആൾക്കാരെ സ്റ്റെയർ ചെയ്തോണ്ടിരിക്കും. അല്ലാത്തവര് ഭയങ്കര ഹാപ്പിയാണ് ലൈഫിൽ, അവരതൊരു പ്രശ്നമായിട്ടേ അല്ല കാണുന്നത്. അപ്പൊ ഇതില് എൻ്റെ അടുത്ത് പിടിക്കാൻ പറഞ്ഞത് ഇത് എൻ്റെ ഒരു ഭാഗമാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ചിന്തിച്ച് നടക്കാത്തൊരു വ്യക്തിയായിട്ടാണ്. പക്ഷെ എന്നാലും ഇതുള്ളത് കൊണ്ട് ഇവന് ഗേൾ ഫ്രണ്ട്സ് ഇല്ല, ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കാരണം പിന്നീട് അത് ഇല്ലാണ്ടായി. അപ്പോൾ ഈ പടത്തിൽ പറയുന്ന വെച്ചാൽ ഇവനിക്കൊരു ലക്കായിട്ട് വന്ന ഒരു പരിപാടിയായിട്ടാണ്. ശരി, എന്താണ് രേവതി? ശരിക്കും ഞാൻ ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തന്നെ മലയാളിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോഴാണ് മാവേലിക്കരക്കാരിയാണെന്ന് പറഞ്ഞത്. ഞാൻ ആലപ്പുഴക്കാരനാണ്. സോ തലവര വിഷയത്തിൽ നിന്ന് തെന്നി വരുന്നു. ഓക്കെ, സോ എങ്ങനെയാണ് തലവരയിലേക്ക് എത്തുന്നത്? ഞാൻ ഓഡിഷൻ ചെയ്തിട്ടാ. സോ ഞാൻ കാസ്റ്റിംഗിന് ഇത് കണ്ടിരുന്നു. അപ്പൊ ഞാൻ ഓഡിഷന് കൊടുത്തിരുന്നു. പിന്നെ കുറെ മാസം കഴിഞ്ഞാണ് അഖിൽ എന്നെ വിളിച്ചത്. എന്നിട്ട് എന്നെ ഓഡിഷന് വിളിച്ചിരുന്നു കൊച്ചിയിൽ. സോ ഐ ഓഡിഷൻ. അത് കഴിഞ്ഞ് അഖിൽ നറേറ്റ് ചെയ്തു. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. അങ്ങനെയാണ്. ശരിക്കും ആദ്യം ഡെബ്യൂട്ട് തുടങ്ങുന്നത് തമിഴിൽ നിന്നാണ്. അപ്പോൾ ആസ് എ മലയാളി അതിന് മുമ്പ് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? മലയാളം സിനിമയെ കണ്ടിരുന്നത് എങ്ങനെയാണ്? ഉണ്ട്. ഞാൻ മരണമാസം ഓഡിഷൻ ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. പറ്റിയ മലയാളത്തിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആക്റ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് വർക്ക് ചെന്നൈയിലും ഉണ്ടായിരുന്നു. അത് കാരണം ഫുള്ളി ഓൾ ദ ടൈം എനിക്ക് ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ചെന്നൈയിൽ എന്താ ചെയ്യുന്നത്? ചെന്നൈയിൽ ഞാൻ താമസിക്കുന്ന ചെന്നൈയിലാണ്. സോ ഫാമിലി സെറ്റിൽഡ് ചെന്നൈയിലാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ തമിഴിൽ എൻ്റർ ചെയ്തത്. അത് കാരണമാണ് എനിക്ക് ഇവിടെയും
ചാൻസ് കിട്ടിയത്. ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയും. സന്ധ്യ എന്ന ക്യാരക്ടർ ഭയങ്കര സിമ്പിൾ, ലൈക്ക് എവറി അതർ ഗേൾ സോർട്സ് ആണ്. ലൈക്ക് പാലക്കാടിൽ കുറേ പേര് അങ്ങനെ ഉണ്ടാകും, ദാറ്റ് ഈസ് തമിഴ് സ്പീക്കിംഗ് ഇൻ എ മലയാളം കമ്മ്യൂണിറ്റി. അങ്ങനെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഷീ ലുക്സ് ആഫ്റ്റർ ഹെർ സെൽഫ്, അങ്ങനെ അവരുടെ പണി നോക്കി പോകും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ബട്ട് ഒബ്വിയസ്ലി എന്താണ് കഥയിൽ നടക്കുന്നത് സിനിമ കണ്ടാലേ മനസ്സിലാവും. ഓക്കെ, യെസ്. വിഷ്ണു ഫസ്റ്റ് മൂവിയാണ് അല്ലേ? വിഷ്ണുവിന്റെ ഇൻസ്റ്റയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വിഷ്ണു ഭയങ്കര കലാകാരനാണ്. യൂട്യൂബ് പാട്ടിറങ്ങിയിട്ട് വിഷ്ണു ചേട്ടൻ ഉയർ എത്രത്തോളം ഇവന്റെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് അതിൽ മനസ്സിലാവും സത്യം. കാരണം ഇവന്റെ വീഡിയോസ് ഞാൻ ഇവനെ മീറ്റ് ചെയ്തിട്ട് ഇവന്റെ വീഡിയോസ് ആണ് ആദ്യം കാണുന്നത് ഇൻസ്റ്റാഗ്രാം. അപ്പൊ അതിൽ തന്നെ ഇവന്റെ കൂടെ നിർത്തി കൂടെ സപ്പോർട്ട് ചെയ്ത് അത്രത്തോളം ഒരു ശക്തമായൊരു ഫ്രണ്ട്സിന്റെ വലയുണ്ട്. നമ്മൾ കുറച്ചേ കേട്ടിട്ടുള്ളൂ. അതായത് ഒരാൾക്ക് കഴിവുണ്ടെന്ന് കണ്ടാൽ പല ആളുകളും ചിലപ്പോൾ ഡിമോട്ടിവേറ്റ് ചെയ്യാനും ചവിട്ടി താഴ്ത്താനും ശ്രമിക്കുന്ന ലോകത്ത് കണ്ടോ. ഓക്കെ, തലവര എങ്ങനെയാ സംഭവിക്കുന്നത് പ്രശ്നമില്ല? തലവര ആക്ച്വലി ഞാൻ ഒരു ഓഡീഷൻ വഴിയാണ് എനിക്ക് കിട്ടിയത്. ഒരു പാലക്കാടുകാർക്ക് മുൻഗണന എന്നുള്ളൊരു ഓഡീഷൻ, ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു 2 സ്റ്റേജ് കഴിഞ്ഞു. അങ്ങനെ ഓഡീഷൻ വഴി സെലക്ട് ആയതാണ്. ഓഡീഷനിൽ എന്താ ചെയ്യിച്ചത്? ഓഡീഷൻ ഒരു തൈലം വിൽക്കാൻ വേണ്ടി, ഒരു പാലക്കാടുകാരനെ തൈലം വിൽക്കാൻ വേണ്ടി, ഒരു പാലക്കാട് സ്ലാങ്ങില് തൈലം വിൽക്കാൻ വരണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തുകൊണ്ടും തൈലം വാങ്ങില്ല, ഞാൻ തൈലം വിൽപ്പിക്കണം. ഇതായിരുന്നു ഫസ്റ്റ്. അതൊന്ന് പറയോ? ഒരു ചെറിയ എന്താണ് കേട്ടാ, നിങ്ങക്ക് മിണ്ടായിരുന്നൂടെ? തൈലെടുക്കട്ടെ. ശരിക്കും ആ തൈലത്തിൽ എന്താ പറയുക? കേൾക്കാൻ വേണ്ടിട്ടല്ലോ പറടാ. തലവരയിലെ കഥാപാത്രം എന്താ? തലവരയില് അച്ചോന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു നാട്ടുമ്പുറത്ത്, നമ്മളിപ്പോ നാട്ടുമ്പുറത്ത് ഉണ്ടാവില്ലേ, ഇപ്പൊ എല്ലാരും ഒരു 3-4 പേര് വലിയ ആൾക്കാരാണെങ്കിൽ അവരോട് ഒരു ചെറിയൊരു പയ്യൻ, അങ്ങനത്തെ ഒരു വൈബുള്ള. എനിക്ക് എന്തുകൊണ്ടും ഏറ്റവും അടിപൊളി ഒരു സ്റ്റാർട്ട് തന്നെയാണ്. കാരണം ഇത്രയും അടിപൊളി ക്രൂ, ഇത്രയും അടിപൊളി ഒരു സെറ്റില്, ഇത്രയും ഫസ്റ്റ് ഒരു പടം തന്നെ ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണ്. അടിപൊളി. യെസ് മനോജ് മൂൺവാക്ക്, അതുപോലെ ഒരുപാട് സിനിമകൾ നമുക്ക് തോന്നി. ഞാൻ ഇൻസ്റ്റയിലാണ് മെയിൻ മലക്കോട്ടെ വാലിബൽ. മലക്കോട്ടെ വരും ഓഫ് കോഴ്സ്. അപ്പോൾ ഈ സിനിമകൾ കാണുന്നു എന്നതിനേക്കാൾ ആ ഒരു ഡാൻസിലെ കൊറിയോഗ്രഫി ഞാൻ വളരെ നോട്ട് ചെയ്ത കാര്യമാണ്. പ്രത്യേകിച്ച് ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ. അതല്ല എന്റെ സീരിയസ് ക്വസ്റ്റ്യൻസ്. ഇവരങ്ങനെ ഒന്നല്ല, എനിക്കങ്ങനെ കാണാൻ പറ്റില്ല. കോളാക്കി എങ്ങനെ കൊളാക്കും. ഓക്കെ ബ്രോ. സോ ഒരു ഭാവിയിൽ ഒരു മൂവി ഡയറക്ടർ ആവാനുള്ള മോഹം എന്തെങ്കിലും മനസ്സിലുണ്ട്? മൂവി ഡയറക്ടർ ആവാൻ, അതെ, ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ പറയാൻ പറ്റില്ല. അല്ലല്ല, ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചു. ഇവനൊരു കൊറിയോഗ്രാഫറാണ്, അപ്പൊ എന്തായാലും അതിനൊരു ഡയറക്ടർ ഓറിയന്റഡ് ചിന്ത വേണമല്ലോ. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് എന്റെ തലവര പോലെ. ഓക്കെ, സോ തലവരയിലെ പരിപാടി എന്താ? എന്റെ ക്യാരക്ടർ പേര് മിന്നൽ എന്നാണ്. മിന്നൽ. ഓക്കെ, അച്ഛൻ്റെ ഫ്രണ്ട് ആയിട്ടാണ്, അച്ഛൻ്റെ കൂടെ ഉള്ള ഒരു പയ്യനായിട്ട്. ഇങ്ങനെ ഭയങ്കര എല്ലാ കാര്യത്തിനും ഭയങ്കര സ്പീഡാണ് മിന്നൽ പോലെ. അപ്പം എല്ലാ കാര്യത്തിനും കുറച്ച് ഇങ്ങനെ ചില്ലി നടക്കുന്ന ഒരു പയ്യൻ ക്യാരക്ടറാണ്. അത്രേ ഉള്ളൂ. അതാണ് പരിപാടി. ഒരു കോമഡി പരിപാടിയായിട്ട് കോമഡി അങ്ങനെയുണ്ട്. കോമഡിക്ക് വേണ്ടിയുള്ള സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആയതാണ്. ശരി. അപ്പോൾ അർജുൻ അശോകനാണ് പേരെന്ന് കേട്ടപ്പോ ഫസ്റ്റ് തോന്നിയത് എന്തായിരുന്നു? ഇരുത്തിക്കൊണ്ട് Starstruck mostly. I was a fan. But yeah, എനിക്ക് ഫസ്റ്റ് പടം തന്നെ വിത്ത് ഹിം ഇസ് ലക്ക്, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ പറ്റും. ആൻഡ് ഐ തിങ്ക് he did justice to the character also, so it was very good working with him. Okay, how was the chemistry? I mean, to be honest, അത് കുറേ സ്ക്രിപ്റ്റ് തന്നെ അത് മീറ്റ് ചെയ്യുന്നുണ്ട്. അതെ, കാരണം എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല, ബിക്കോസ് ആ സ്ക്രിപ്റ്റ് അത്രയും സ്ട്രോങ് ആയിരുന്നു. ആൻഡ് പ്ലസ് അഖിൽ പറയുന്നതാണ് നമ്മൾ ഞാൻ ചെയ്യുന്നത്. അതെ, ഐ തിങ്ക് നറേഷനാണ് നമുക്ക് എല്ലാവർക്കും ക്ലിക്ക് ആയതും. സോ അതിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. സോ കെമിസ്ട്രി വാസ്
ആസ് പീപ്പിൾ ആർ സേയിങ് എല്ലാവരും പറയുന്നുണ്ട് നല്ലതായിട്ടുണ്ടെന്ന്. So, yes. നമുക്കറിയാലോ എന്തായാലും 15 അറിയാം. അതെ. ചേട്ടാ ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നില്ല, ഇപ്പോൾ കുറേ അധികം ചേട്ടൻ കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ പറയുന്ന കുറേ കാര്യമാണ്, ആളുകൾ ചുമ്മാ ഒരുപാട് സിനിമകൾ വെറുതെ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള വിമർശനങ്ങൾ പല നായകന്മാരെയും ബേസ് ചെയ്ത് പറയുന്നുണ്ട്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്താണ് ശരിക്കും അർജുൻ ചേട്ടൻ സ്വീകരിക്കുന്ന ഒരു മാനദണ്ഡം എന്താണ് വേണം എന്നുള്ളൊരു പോയിന്റിലേക്ക് എങ്ങനെ എത്താം? മൊത്തം ഇപ്പൊ ഞാനൊരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പടം കണ്ട എനിക്ക് ഇഷ്ടപ്പെടും, അതാണ് ബേസിക് ആയിട്ട് ചിന്തിക്കുന്നത് ഒരു ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവ്. കാരണം ഇപ്പൊ ഹീറോ ഓറിയന്റഡ് പടമാണെങ്കിൽ അതിൽ എന്തെങ്കിലും പുതിയ പരിപാടികളുണ്ടോ, പിന്നെ ഞാൻ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടറാണോ, ബേസിക്കലി ഇതാണ്. തിയേറ്ററിൽ പോയി എനിക്ക് ആ പടം കണ്ടിരിക്കാൻ തോന്നും. എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തും, അതായിരിക്കും ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ് ആലോചിക്കുന്നത്. ഓക്കെ, ശരി ശരി. ഞാനപ്പോൾ ചെറിയൊരു ഫൺ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. നമ്മൾ ഭയങ്കര സീരിയസ് ആയി പോയി കഴിഞ്ഞാൽ അർജുൻ ചേട്ടനും ചിലപ്പോൾ ഇഷ്ടമാണ് സീരിയസ്. ഫസ്റ്റ് എൻ്റെ തലവര മാറ്റിയൊരു സംഭവം എൻ്റെ ലൈഫിൽ നടന്ന ഇതല്ല, ഏതാണ് അത്? പെട്ടെന്ന് പറയണം. മൂൺ വോക്കാണ് തലവര മാറ്റിയ സംഭവം. തലവരയാണ് തലവര. പറവ. ഓക്കെ, പറവ അല്ല, ഇവൻ ലൈഫിലെ കാര്യങ്ങളും പറയാട്ടോ, ഞാൻ സിനിമ മാത്രമല്ല, പറവ. ഓക്കെ, അവിടെ എൻ്റെ ഫസ്റ്റ് പോർട്രേറ്റ് ഷൂട്ട് ഞാൻ ചെയ്തു, അതിൽ നിന്നാണ് എനിക്ക് ഫസ്റ്റ് ഓഡിഷൻ കിട്ടിയത്. സോ അതാണ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഇന്ന് ക്രിഞ്ചായി തോന്നുന്നതും മുൻപ് ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ളൊരു കാര്യം? ഞാൻ വന്നു മറ്റേ കഥ പറയട്ടെ. അതിന് പറഞ്ഞല്ലേ പറ്റൂ. പടം കാണുമ്പോ തോന്നാറുണ്ട്. അതേതാ അങ്ങനെ? പണ്ട് ഓർമ്മക്കൂട്ടൊക്കെ കാണുമ്പോ അന്ന് അറിയില്ലല്ലോ എന്താണ് സിനിമ, എന്താണ് അഭിനയം ഒന്നും അറിയാണ്ട് ചെയ്യണല്ലേ. അങ്ങനെ പിന്നീട് പതുക്കെ നമ്മളെല്ലാരും മാറുള്ളൂ. പിന്നെ ആ കാലഘട്ടത്തിൽ അത് ക്രിഞ്ചായിരിക്കൂല. പിന്നീട് ഈ കാലഘട്ടം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമുക്കത് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യണം. ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ മുന്നേ കുറെ വർഷം മുന്നേ ഞാൻ കുറച്ച് പഴയ ഫോട്ടോ ഉണ്ടോ? പേപ്പർ ചെത്തിയാന്ന് വെച്ച് മുറിഞ്ഞു, അങ്ങനത്തെ മുടിയായിരുന്നു. ഈ മുടി ഫുൾ ഫുൾ കമ്മലൊക്കെ ഇട്ട് ഇവിടെ 7 കമ്മലായിരുന്നില്ലേ? എവിടെ 3 ഇവിടെ 3 അന്നത്തെ ട്രെൻഡ് ആയിരുന്നു. പിന്നെ അങ്ങനത്തെ ഫോട്ടോ പ്രൊഫൈൽ പിക്സ് ഒക്കെ എടുത്ത് നോക്കി വെച്ചിരിക്കും. നോക്കിയാൽ പഴയത് കാണാം. പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ്. ഓക്കെ, അൺഫോർഗറ്റബിൾ ഫാൻ ബോയ് മൊമെന്റ്. അതായത് നമ്മുടെ വലിയൊരാളുടെ ഒരു ഫാനാണ്, അദ്ദേഹത്തെ ആദ്യമായി നേരിട്ട് കണ്ടൊരു സമയം, ഫസ്റ്റ് ടൈം എവിടെ വെച്ചിട്ട്? സെറ്റ് വെച്ച്. ഓക്കെ, സോറി. അതെന്തായിരുന്നു മൊമെന്റ്? ഓക്കെ, വാലിബലിൽ കാണുമ്പോൾ ഒരു മൊമെന്റ് എന്തായിരുന്നു? കാണുമെന്ന് അതിന്റെ 2 ദിവസം മുന്നേ, ഞാൻ ഈ മലക്കോട്ടെ ജോയിൻ ചെയ്യുന്ന 2 ദിവസം മുന്നേ ഞാൻ പുള്ളിയുടെ കാർ പോണ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൈ കാണിച്ചു. അപ്പൊ എനിക്ക് പുള്ളി കണ്ടില്ല, ഞാൻ കൈ കാണിച്ച് ലാലേട്ടൻ പറഞ്ഞ് കൈ കാണിച്ച ശേഷം പുള്ളി പോയി. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ അടുത്ത് എത്തി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു പ്രൗഡായിരുന്നു. പിന്നെ കണ്ടപ്പോൾ ഉള്ളത് അത് വാലിബലിൽ ആ കോസ്റ്റ്യൂമിൽ ആദ്യമായിട്ട് കണ്ടപ്പോൾ അത് ഭയങ്കര ഒരു സീനായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം? അങ്ങനെ പറഞ്ഞാറില്ല. ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അഭിനയിക്കുന്നത് എങ്ങനെയുണ്ട് അണ്ണാന്ന് ചോദിച്ചു. അതെന്താ മോനെ നീ എല്ലാം നല്ല ഈസി ആയിട്ടല്ലേ ചെയ്യുന്നത്? അതെന്താ മോനെ എങ്ങനെ? അവിടെ എനിക്ക് സൂര്യ എവിടെ വെച്ചിട്ടുണ്ട്? ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു. ഇതിന് വന്നപ്പോൾ കങ്കുവയുടെ പ്രൊമോഷൻ വന്ന സമയത്ത് കണ്ടു, സംസാരിച്ചു, ഫോട്ടോ എടുത്തു. എങ്ങനെയായിരുന്നു? എന്താ പറഞ്ഞ സൂര്യ? അധികം ടൈം ഒന്നും ഒരു 10-15 സെക്കൻഡ്, ഒന്നും പറയാനുള്ള ടൈം ഒന്നും ഇല്ല. ഫോട്ടോ എടുത്തില്ലേ? ഫോട്ടോ എടുത്തു. പറ്റട്ടെ. ചെറുപ്പം തൊട്ടേ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, എന്നാലും ഒരു ഐക്കോണിക് പരിപാടി എന്താ? പറഞ്ഞോ. എപ്പോ കണ്ടാലും ആദ്യം കണ്ടത് എപ്പോഴാണ് മമ്മൂക്കനെ? ആദ്യം ചെറുപ്പത്തിലായിരിക്കും മമ്മൂക്കനെ കണ്ടു. പിന്നെ മമ്മൂക്ക എന്തെങ്കിലും പറയായിരുന്നു? ആദ്യം സംസാരിക്കണത് ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ സമയത്ത് അച്ഛനൊക്കെ ഡബിങ്ങിനൊക്കെ പോകുമ്പോൾ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭാസ്കറിന്റെ സെറ്റിലൊക്കെ പോയപ്പോഴൊക്കെയാണ് സംസാരിച്ചാൽ തുടങ്ങിയത്. പിന്നീട് ഇങ്ങനെ പതുക്കെ അവിടെ ഞാൻ എൻ്റെ സിസ്റ്റർ അതിഥിൻ്റെ ഫസ്റ്റ് പടം അരുവി റിലീസാവുമ്പം ഡയറക്ടറിൻ്റെ കസിൻ ആയിരുന്നു ശിവകാർത്തികേയൻ. ഞാൻ അതുവരെ ആരും സിനിമ ആരും കണ്ടിട്ടില്ല.
അപ്പോൾ ചേച്ചീൻ്റെ പ്രീമിയറിന് പോയപ്പം എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ശിവകാർത്തികേയൻ വന്നിരുന്നു. അപ്പം ഞാൻ കരയാൻ തുടങ്ങി. അപ്പോൾ ഐ വാസ് ലൈക്ക് എ ബേബി, ലൈക്ക് ഐ വാസ് ലൈക്ക് 6ാം ക്ലാസ്സിലോ എന്തോ പഠിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായി, ഞാൻ കരയാൻ തുടങ്ങി. അതായിരുന്നു ഫസ്റ്റ് ടൈം. പിന്നെ അർജുൻ മീറ്റ് ചെയ്തപ്പോൾ ഐ ഡിഡ്ന്റ് നോ ഹി വാസ് കമ്മിങ്. ഹി വാസ് ലൈക്ക്, പിന്നെ ഞാൻ അർജുൻ ആക്ച്വലി എനിക്കറിയാമായിരുന്നു ഐ വാസ് വർക്കിംഗ് വിത്ത് ഹിം, ബട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഫസ്റ്റ് ഡേ സെറ്റിൽ ഞാൻ പോയിരുന്നു. അപ്പം എന്നെ ലുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ വോർ സന്ധ്യാസ് കോസ്റ്റ്യൂം. പിന്നെ ക്യാമറ സിനിമാറ്റോഗ്രാഫറിനെ കാണിക്കാൻ വേണ്ടി ഉള്ളിൽ പോയി ഞാൻ ലൈറ്റിന് മുമ്പിൽ നിന്ന്. എനിക്കറിയില്ലായിരുന്നു ഹി വാസ് ദെയർ. ഞാൻ ഐ ടേൺഡ് ആൻഡ് ഐ ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് ദെൻ ഐ ജസ്റ്റ് ലൈക്ക് ലെഫ്റ്റ്. No, I stood there and he was like, എനിക്കറിയില്ല മലയാളം. കുറച്ച് മലയാളം അതായിരുന്നു അല്ലേ? ഓക്കെ. 2 മലയാള സിനിമകൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലായിക്കോട്ടെ, 2 ആളുകൾ ചോദിക്കുകയാണ് എന്താണ് വാട്ട് ഈസ് അബൌട്ട് മലയാളം സിനിമ എന്നൊക്കെ ചോദിച്ചാൽ 2 സിനിമ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ പറയുന്ന 2 സിനിമകൾ ഏതൊക്കെയായിരിക്കും? ബ്രഹ്മയുഗം, ആടുജീവിതം. എന്റെ അടുത്താണല്ലോ ചോദിച്ചത്. അതെ, അവിടെ നിന്നാണല്ലോ. ബ്രഹ്മയുഗം, ആടുജീവിതം. പെട്ടെന്നൊക്കെ ചോദിച്ചാൽ അതാണ് പെട്ടെന്ന് ചോദിക്കാൻ പറയാൻ കിട്ടണം. ഒന്ന് ആടുജീവിതം. ലണ്ടൻ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നടാ. കിഷ്കിന്ധാകണ്ടം. കിഷ്കിന്ധാ ഇത്ര വലിയ ഫാനാണ്. സെക്രട്ടറി സെക്രട്ടറി അല്ലേ? പാലക്കാട്. അത് ശരി, അതൊക്കെ കേൾക്കണ്ട. ഇല്ല, പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ആസിക്കടെ കുറെ പടങ്ങളുണ്ട് അവിടെ. എന്തായാലും പ്രമേഹം ഉണ്ടാവും. ഞാൻ മഞ്ഞുമൽ ബോയ്സ്. യെസ്, അതൊരു നല്ല സജഷൻ. എനിക്ക് കുമ്പളങ്ങി നൈറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. കുമ്പളങ്ങി നൈറ്റ്സ് ആൻഡ് വാട്ട് എൽസ്? ഐ തിങ്ക് ബ്രഹ്മയുഗം, കിഷ്കിന്ധാകണ്ടം, all of it. I also like 22 female Kottayam. 22 female Kottayam. Okay. എടുത്ത് പറഞ്ഞ ചോദ്യങ്ങൾ. ഓക്കെ. ബെസ്റ്റ് ഫുഡ് കോംബോ. ഈ ഫുഡിനോട് കൂടി ഈ ഫുഡ് ഉണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. ഈ ഫുഡിന്റെ കൂടെ ഈ ഫുഡ് ഉണ്ടെങ്കിൽ എടാ പൊറോട്ടയുടെ കൂടെ ബീഫ് ഉണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ. കോംബോ കപ്പയും മീൻകറി. ഓ, അതെവിടുത്തെ? ട്രിവാൻഡ്രം. എല്ലായിടത്തും എവിടെ നിന്ന് കിട്ടിയാലും കപ്പയും മീൻകറി നല്ലതല്ലേ? ഇഡ്ലിയും ഇഷ്ടു. എന്തോടാ? ഇഷ്ടു. അവിടെ എനിക്ക് ബിരിയാണിയാണ് കോംബോ ഇല്ല, പക്ഷെ പഴംപൊരി ബീഫ് എപ്പോ കഴിച്ചാലും മൂടാ. യെസ്, പഴംപൊരി ബീഫ്. അവിടെ ഇഡ്ലി സാമ്പാർ. ഷെഫാട്ടോ. ഷെഫാണ്. ഇഡ്ലിയും സാമ്പാർ. അതെ. ഞാൻ കുറച്ച് സിനിമകളിലെ ഡയലോഗ്സ് പറയും. സിനിമകൾ ഏതാണെന്ന് ഗസ് ചെയ്യണം. സോ ഈ റൗണ്ടിന്റെ പേര് ലിസൺ ദ ഡയലോഗ്സ്, ഗസ് ദ മൂവി. ഓക്കെ? ഇത് സിമ്പിൾ പറയും, എന്നാലും പോട്ടെ. വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കനോട് എനിക്കിപ്പോ സ്നേഹമാണ്. അർജുൻ ചേട്ടൻ അല്ല, എല്ലാരോടും ഇത് കോമൺ ആയിട്ട് പറയാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം. പറയുന്നത് എനിക്കറിയാം. ഞാൻ കോമൺ മാനാണോ? ഞാനൊരു കോമൺ മാൻ. പറയും. വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കനോട് എനിക്കിപ്പോ ഇഷ്ടമാണ്, സ്നേഹമാണ്. ഇത് മമ്മൂക്കയുടെ സിനിമയാണ്. ആലപ്പുഴ ബേസ് ചെയ്ത സിനിമയാണ്. കായലുള്ള സിനിമയാണ്. മമ്മൂക്കയുണ്ട്. അടിപൊളി. ഈശ്വര, ആരും ഇല്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാൻ. സലീമേട്ടന്റെ ഡയലോഗാണ്. തമിഴ്നാടുമായി ബന്ധപ്പെട്ട പാണ്ടിപ്പട അല്ല. അറിയാത്ത പോലെ തെങ്കാശി പട്ടണം. ഇനി ഇത് കുറച്ച് ലെങ്തി ഡയലോഗ്, ശ്രദ്ധിച്ചേക്കണേ. എനിക്കൊരു അമ്മാവന്റെ മോളുണ്ടായിരുന്നേ, എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാന്റെ വീട്ടിൽ ചെന്ന് എനിക്ക് ഞാൻ ഒന്ന് പറഞ്ഞ് ഷൈൻ ചെയ്തിട്ടാ. ഓക്കെ. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച് കണ്ട നല്ല പരിചയമുണ്ടല്ലോ. അല്ല, ഇത് പൃഥ്വിരാജിന്റെ സിനിമയാണ്. നെക്സ്റ്റ്, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഞാനാണ് ഇതൊക്കെ ആദ്യം പറഞ്ഞത് കേട്ടോ. ഇത്
നല്ല പരിചയമുണ്ട്. പക്ഷെ ഇപ്പൊ അതാണ് പെട്ടെന്ന് കിട്ടുന്നത്. Okay. ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാമായിരുന്നു. സലീമേട്ടൻ തന്നെ. ഓക്കെ, ഇനി മിമിക്രിയിൽ പാറ്റ. അല്ല, എനിക്കത് ഡയലോഗ് അറിയുന്നുണ്ട് പറഞ്ഞ അങ്ങനെ നോക്കണം. കിട്ടിയില്ല. വേറെ എന്തെങ്കിലും ക്ലൂ? ഓക്കെ, ജയസൂര്യയുടെ സിനിമ ചെറിയ ചന്ത് സിദ്ദിഖ് ലാൽ ലാലുണ്ട്. അതാ ചതിക്കാത്ത ചന്ത് ലാൽ സാറും കല്യാണമില് ജയസൂര്യ. അല്ല, ശരിയാണല്ലോ. പുലിവാൽ കല്യാണം. പുലിയാൽ കല്യാണം. ഒന്നെങ്കിലും ഓക്കെ, ഇനി ഈ ഒരു പാട്ടിന്റെ ലിറിക്സ് ആണ്. അത് കേൾക്കുമ്പോൾ ആ സിനിമ ഏതാന്ന് ഗസ് ചെയ്യണം. കുലമിത് മുടിയാൻ ഒരുവൻ കുടിലതയാർന്ന ഒരു അസുരൻ. ജയറാമേട്ടനോടോ? അതിന്റെ പേര് എനിക്കറിയില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ചിലപ്പോ ഇവര് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? ഇവനൊക്കെ അതെല്ലാരും പാടുന്നുണ്ട്, അതാണ് കൺഫ്യൂഷൻ. ആ സിനിമ, ആ ക്യാരക്ടേഴ്സ് എല്ലാരും പാടുന്ന ആ പാട്ടാണ്. ദിവ്യാവണിയാണ് ഹീറോയിൻ. ദിവ്യാവണി. ഒരു ഡയലോഗ് ഞാൻ പറയാം. രാമനാഥൻ ഇതും വശമുണ്ടോ? കഥാനായിക. സൂര്യ അങ്ങനത്തെ പേരാണ്. ഓക്കെ, അറിയാവുന്ന നല്ല ഭാഷ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. പക്ഷെ നീ കൂടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടിട്ട് ആ ധൈര്യം കാണിച്ച് മുന്നോട്ട് ഇതിനപ്പുറം കിടന്നാൽ മമ്പറം അലിക്കുഞ്ഞി സാഹിബിന്റെ മൂത്ത മകൻ ഭാവയ്ക്ക് കുഴി മറ്റൊന്ന് വെട്ടേണ്ടി വരും. ഇത് നിങ്ങൾക്ക് മമ്മൂക്ക പറഞ്ഞല്ലേ? ആ, ബെസ്റ്റ് കണ്ടക്ടർ. അതെ, ഇടക്കിടക്ക് കാണുന്ന സിനിമ. ഓക്കെ, ഇനി ഇത് ശ്രദ്ധിച്ചേക്കണേ. ലാസ്റ്റത്തെയാണ്. ദേശീയ സമ്പദ് വ്യവസ്ഥയെ സാമൂഹ്യവൽക്കരിക്കുകയും സ്ത്രീകൾ ഉൽപാദനക്ഷമമായ പൊതു അധ്വാനത്തിൽ പങ്കെടുക്കുകയും ചെയ്യാതെ യഥാർത്ഥ സ്ത്രീ വിമോചനം സാധ്യമാവുന്നത് മനസ്സിലാക്കുമ്പോഴും സർ ഒരു കമ്പി കെട്ടാൻ പോവാം. കേട്ടിട്ടുണ്ടായിരുന്നു? ക്ലിയർ ആയില്ല. അല്ല, ഇത് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. ഇത് വായിച്ച നീ എന്തെങ്കിലും വാർത്തയാന്ന് വിചാരിക്കും. കമ്പി കെട്ടാൻ പോവാം. ഒരു സർ കമ്പി കെട്ടാൻ പോവാം. ജയറാമേന്റെ പടമാണ് ഇത്. ജയറാമേന്റെ പടമാണ്. അല്ല, അർജുൻ ചിലപ്പോ ഈ ചത്താപ്പാച്ചയിൽ ഇടിയൊക്കെ കിട്ടിയിട്ട് ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് അല്ല, ജയറാമേന്റെ പടമാണ്. സുരാജേട്ടനുണ്ട്. നല്ല ഫേമസ് പാട്ടുകളൊക്കെ ഉള്ള സിനിമയാണ്. ഫേമസ് പാട്ട് പറയും. മഞ്ഞിൽ കുളിക്കും വെറുതെ അല്ല ഭാര്യ. ഓക്കെ, ഫൈൻ. മാളവികന്റെ ഒറ്റ മോള. തിരുമേനിക്ക് ഒന്നും തോന്നരുത്. എനിക്ക് എന്ത് തോന്നാൻ? ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നില്ലേ? കേട്ടിട്ടില്ല. ഇത് സ്നേഹിതൻ സിനിമയിലാണ്. ഞാൻ ഇതായിട്ട് മുമ്പോട്ട് ശരിയാവില്ല. ഇന്നസെന്റ് അറിയുന്നത്. ഓക്കെ, ഫൈൻ. സോ ബാക്ക് ടു തലവര, ബാക്ക് ടു സിനിമ. ഞാൻ ചോദിച്ച പോലെ തന്നെ ഇമോഷണൽ സീനുകൾ ഞാൻ എപ്പോഴും അർജുനോട് കാണുമ്പോൾ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. സംതിങ് സീരിയസ്. ഒരു നടൻ എന്ന നിലയിൽ ഒരു ഇമോഷണൽ സീനുകൾ ചെയ്യുന്നതാണോ കൂടുതൽ കംഫർട്ടും ഒരു ആക്ടർ എന്ന ഉള്ളിലെ ആക്ടറെ ചലഞ്ച് ചെയ്യുന്നത്, അതോ കുറച്ചൊരു തമാശ റോളുകൾ ചെയ്യുന്നതാണ്? ഉള്ളിലെ ആക്ടറെ വെല്ലുവിളിക്കുന്നത്. എനിക്കൊരു ക്യാരക്ടർ പരിപാടി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യണം. ഈ തലവരയില് ഇപ്പൊ ഇത് എങ്ങനെ പിടിക്കണം. കാരണം ചെറുപ്പം തൊട്ട് ആസിന് ഒരു 7-5-6 വയസ്സ് തൊട്ടിട്ടാണ് ഇവന് ഈ പ്രശ്നം വന്നു തുടങ്ങിയത്. പ്രശ്നമല്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു തുടങ്ങിയത്. അപ്പൊ തൊട്ട് ഇവന് ഉണ്ടാവുന്ന ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇവന് ഇൻസെക്യൂർഡ് ആയിരുന്നു കുറെ നാള്. പിന്നീട് അത് ലൈഫിലൊരു പാർട്ടാക്കി അവൻ എടുത്തിട്ട് ചില്ലായിട്ട് തന്നെ പോകണം. അതൊരു പാർട്ടേ അല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ച്, പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതെല്ലാം കൂടി തലയിലിട്ടിങ്ങനെ അഭിനയത്തിലാണ് ഇവൻ ഈ ഒരു ക്യാരക്ടർ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മളിത് എങ്ങനെ പിടിക്കും. പിന്നെ പാലക്കാട് സ്ലാങ് മാക്സിമം പിടിക്കാൻ, എന്നുവെച്ചാൽ പ്രോപ്പർ പാലക്കാടല്ല, ടൗണിലാണ്. അപ്പം എന്നാലും നമുക്ക് ആ ഒരു ഫ്ലേവറിലെ പരിപാടി പിടിച്ചു പോകേണ്ട ക്യാരക്ടർ. അപ്പം ഇതൊക്കെയായിരുന്നു എനിക്ക് ഈ പടത്തിൽ ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത്. ഇമോഷൻ, അങ്ങനെ സിറ്റുവേഷൻസും പിന്നെ ഇമോഷൻസ് വെച്ചിട്ടുള്ള ചലഞ്ചിങ് അല്ല കൂടുതലും. അപ്പം അതുകൊണ്ട് ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതെങ്ങനെ വൃത്തിക്ക് ചെയ്യാന്നുള്ളൊരു എനിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത് ഓസ്ലറിന്റെ ക്യാരക്ടറാണ്. കാരണം അതൊക്കെ ഒരു ദിവസം ഷൂട്ടുള്ളൂ. നമുക്കൊരു ക്യാരക്ടറിലേക്ക് എത്താൻ 2-3 ദിവസം ആദ്യം പറയുമല്ലോ, ചേട്ടാ ഫസ്റ്റ് സീൻസ് ഒക്കെ ചെറിയ ചെറിയ പരിപാടിക്ക് മതി, ഗ്രാജുവലി നമുക്ക് സെറ്റായിട്ട് പിടിക്കാം. ഇത് ഒറ്റ ദിവസം ഒരു ഹാഫ് ഡേ ഉണ്ടായുള്ളൂ.
നമുക്ക് പാറ്റേണിൽ വരാനുള്ള സമയമില്ല. സമയം പോലും ഇല്ല. അപ്പൊ അതിന് വേണ്ടി പിടിക്കാൻ കുറച്ചധികം മെനക്കെട്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ഓസ്ലർ 2ന്റെ അപ്ഡേറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വിളിച്ചു ചോദിച്ചു ഇറ്റായപ്പോ തന്നെ. അതിനിപ്പോ വരുമെങ്കിൽ നമ്മളായിരിക്കുമല്ലോ കൗണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. വിട്ട് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പൊ ആട് 3 പരിപാടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെയൊക്കെ ചോദിക്കാം. ഓക്കെ. ശരിക്കും തമിഴ് സിനിമ അടുത്ത് നിന്ന് കണ്ട ഒരാളെന്ന നിലയ്ക്ക് മലയാള സിനിമയും തമിഴ് സിനിമയും പറ്റി നോക്കുമ്പോൾ എന്താണ് മലയാള സിനിമയ്ക്ക് ഒരു അല്ലെങ്കിൽ മലയാള സിനിമ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എന്താണ് ഒരു ഡിഫറൻസ് തോന്നിയത്? ആക്ച്വലി ഐ തിങ്ക് തമിഴ് സിനിമയിൽ സെറ്റ്സ് ഭയങ്കര പ്രൊഫഷണൽ ആണ്. നോട്ട് ദാറ്റ് മലയാളത്തിൽ പ്രൊഫഷണൽ അല്ല എന്നല്ല, കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്, കുറെ കൂടെ മിങ്കിൾ ചെയ്യാൻ പറ്റും, കുറെ കൂടെ ആൾക്കാർ ജോലി പോലെ തോന്നത്തില്ല. ചില്ല് ചെയ്ത് എൻ്റെ ഇടയ്ക്ക് ജോലി ചെയ്ത് എൻ്റെ ഇടയ്ക്ക് തിരിച്ചും ചില്ല് ചെയ്ത് അങ്ങനെ. ഇത് മറ്റേ ലൈക്ക് തമിഴ് സിനിമയിൽ കുറച്ചുകൂടെ ഞാൻ പോകും, എൻ്റെ ജോലി ചെയ്യും. നോട്ട് ദാറ്റ്സ് നോട്ട് ഗുഡ്, അത് നല്ലതല്ല, അല്ലെ ഇതാണ് നല്ലത്, അങ്ങനെ ഡിഫറൻസ് അതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് ശരിക്കും ആസ് എ ഹീറോയിൻ, ആസ് എൻ ആക്ടർ എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ആഗ്രഹം? ആസ് ഡൈവേഴ്സ് ആസ് പോസിബിൾ. പക്ഷെ അത് ഓൾവേസ് പോസിബിൾ അല്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ചെയ്ത 1947 ആയാലും ഗരുഡൻ ആയാലും കുറച്ച് സിമിലറാണ് ഇൻ ദ സെൻസ് ദാറ്റ് അവർ രണ്ടുപേരും വില്ലേജിൽ വളർന്ന് വില്ലേജ് സോർട്ട് ഓഫ് ക്യാരക്ടേഴ്സാണ്. അത് അങ്ങനെ നോക്കുമ്പം സന്ധ്യ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഷീ ഈസ് വെരി ഇൻഡിപെൻഡൻറ്റ്. സിറ്റിയിൽ ഐ മീൻ ടൗണിൽ വാട്ട് എവർ അങ്ങനത്തെ കോയമ്പത്തൂരിൽ നിന്ന് വന്ന കുട്ടിയാണ്. അങ്ങനെ നോക്കുമ്പം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു സന്ധ്യ. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ റീസൺസ് ഞാൻ ഇത് ചെയ്ത റീസൺസ് അതായിരുന്നു. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എനിക്ക് സ്ക്രിപ്റ്റ് ആൻഡ് സ്റ്റോറി എങ്ങനെയാണെന്നാണ് മാറ്റർ ചെയ്യുന്നത് മോർ ദാൻ ദ ക്യാരക്ടർ. ആ ക്യാരക്ടർ എടുത്ത ആ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, വാട്ട് ഈസ് ദ വെയ്റ്റ് ദാറ്റ് ക്യാരക്ടർ ഹാസ് ഇൻ ദ സ്ക്രിപ്റ്റ്, അതൊക്കെയാണ് ഞാൻ നോക്കാറുള്ളത്. ഈസ് ദർ എനി റോൾ മോഡൽ? അങ്ങനെ ഒരാളുണ്ടോ, ഒരു ആക്ടർ ഉണ്ടോ? ആക്ടർ ആക്ട്രസ് ഓർ ആക്ടർ? ഇപ്പോൾ അത് കോമൺലി പറയാം, അതുകൊണ്ട് ആക്ടർ എന്ന് പറയും. റോൾ മോഡൽ ഇൻ ദ സെൻസ് ഒരു അവർ ചെയ്ത പോലത്തെ കഥാപാത്രങ്ങളൊക്കെ? എനിക്ക് ഉർവശിനെ ഭയങ്കര ഇഷ്ടം. ഉർവശി മാം ചെയ്ത പോലത്തെ കഥാപാത്രങ്ങൾ ആസ് എ പേഴ്സൺ, ആസ് ആൻ ആക്ടർ എല്ലാം ഐ തിങ്ക് ഷീ ഈസ് പ്രിറ്റി കൂൾ. ഓക്കേ ഫൈൻ. ആസിഫ് ഖയുടെ ഫാൻ എന്ന് പറഞ്ഞു. പാലക്കാട് ജില്ലാ സെക്രട്ടറി. ജില്ലാ സെക്രട്ടറി ആണ്. ഓക്കെ. ആസിഫ് ഖാനെ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോഴാണ്? ആസിഫ് ഖാനെ ആദ്യം കണ്ടത് എപ്പോഴാണ്? കണ്ടത് ഒറ്റ പറഞ്ഞ സിനിമയുടെ ഷൂട്ടിന് വന്നപ്പോ ആ ടൈമിലായിരുന്നു. എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. ഒരേ ഹോട്ടലിൽ അന്ന് ഇത് സിനിമ മോഹം ഉണ്ടാവില്ലേ? ഈ ഓഡീഷൻ കാണുന്നതിന് മുമ്പ് ഓഡീഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ? നമ്മൾ പടക്കുമ്പോഴും ഇവരെല്ലാരും അപ്ലൈ കൊടുക്കുന്നുണ്ട്, എല്ലാ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് മിക്ക ഓഡീഷൻസ് വരുന്നതോറും. ഈ പടത്തിൽ ഒരു പോയിന്റിൽ ഒരു ഈ ക്യാരക്ടറിന്റെ ആഗ്രഹവും സിനിമ റിലേറ്റഡ് ഇവന് ഓഡീഷനും അത് പിന്നീട് പതുക്കെ പറയാം. അടിപൊളി. അപ്പൊ അതാണ് ആസിഫിലെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരു മൊമെന്റ് എന്താ? കാരണം ഒരു ഫാൻ ബോയ് ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ ഒരു മൊമെന്റ്സ് നമ്മൾ കുറച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. സോ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കാം. ഒരു അടിപൊളി മൂമെന്റ് തന്നെയായിരുന്നു. കാരണം നമ്മള് അത്രയും നാള് സ്ക്രീനിൽ കണ്ട് നമ്മൾ അത്രയും നാള് സ്നേഹിച്ച ഒരാള് നമ്മുടെ മുമ്പിൽ ആള് ഭയങ്കര ചില്ലായിരുന്നു. നമ്മുടെ അടുത്ത് ഫസ്റ്റ് കണ്ട് സംസാരിച്ച് അതിനുശേഷം ഒരു 2-3 വട്ടം കണ്ടു. 3-ാമത്തെ വട്ടം കണ്ടപ്പോൾ ആൾക്ക് എന്നെ മനസ്സിലായി സംഭവം. ആളെ അത്രയും നമ്മളെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ രജിസ്റ്റർ ആവും. നമ്മളെ ഭയങ്കര അടിപൊളിയാണ്, നമ്മളടുത്ത് ഭയങ്കര കെയറിങ് ഒക്കെയാണ്. ശരിക്കും ബ്രോ ഈ സിനിമയായിരുന്നു പണ്ട് മുതലുള്ള ഒരു പാഷൻ? ഡാൻസ് പിന്നെ ഒരു ആർമി കയറണമെന്നായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? അല്ല, ആർമി കയറി സെലക്ഷനൊക്കെ കിട്ടി, മെഡിക്കലും ഫിസിക്കലൊക്കെ പാസ്സായി. എക്സാം ക്യാൻസൽ ചെയ്തപ്പോഴപ്പം അതങ്ങനെ പോയി. എൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു അത്. അപ്പം അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് വാലിബനിലെ കോൾ പറഞ്ഞത്. അത് ശരി. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവർ ആക്ടിങ് ആണോ ഡാൻസിങ് ആണോ കുറച്ചുകൂടി പ്ലഷർ തരുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് ഹാപ്പിനെസ് തരുന്നത് ഡാൻസ് ആണ്. ഡാൻസ് തന്നെയാണല്ലേ? നമ്മളെല്ലാം മറന്നു. എല്ലാം മറന്ന് എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഡാൻസ് ചെയ്ത് ഞാൻ കൊറിയോഗ്രാഫി ഞാൻ ചെയ്യുന്ന കൊറിയോഗ്രാഫി എനിക്ക് അടിപൊളിയായി കഴിഞ്ഞാൽ അധികം കൂടുതൽ സന്തോഷമാണ്. ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സംഭവം. ഫേവറേറ്റ് ഡാൻസറാ? ഫേവറേറ്റ് കൊറിയോഗ്രാഫർ? അങ്ങനെയല്ല, എല്ലാവരെയും മിക്കവരെയും ഇഷ്ടമാണ്, കുറേ പേര് ഇഷ്ടമാണ്. അങ്ങനെ ഒരാളായിട്ട് എനിക്ക് അങ്ങനെ ഇല്ല. അവരുടെ സ്റ്റൈലിൽ ഇയാളെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലാതെ വേറെ സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്.
അങ്ങനെയാണ്. ശരി, ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ ആണ് ലൊക്കേഷൻ. ഈ ഡാൻസ് ഒക്കെ ആള് തന്നെ ചെയ്ത്? അല്ല, ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ഫ്രീ ടൈമിലൊക്കെ ഞങ്ങൾക്ക് അടങ്ങിയിരിക്കും ഇഷ്ടമല്ല. അതിന്റെ കുറച്ച് ഡാൻസ് ഒക്കെ നമ്മൾ സുമതി വളവിൽ കണ്ടു ലേറ്റസ്റ്റ് ആയിട്ട്. ഇപ്പോഴും റൺ ചെയ്ത് ഹുക്ക് സ്റ്റെപ്പ് ഒക്കെ. ഇനി ഇതില് ഡാൻസ് പരിപാടി ഉണ്ടോ? ഇതിലില്ല. ഇല്ല, വയ്യ. ശരി, ശത്താപ്പച്ച എന്താണ് അപ്ഡേറ്റ്സ്? ശത്താപ്പച്ച സൗണ്ട് എന്താണ് ശരിക്കും ഈയിടെ സുമതി വളവിന്റെ തിയേറ്റർ വിസിറ്റ് ഉൾപ്പെടെ ക്യാമറാമാൻസിനോട് എല്ലാം പറയുന്ന ഒരു കാര്യമാണോ, ഞാൻ അവിടെ പോവാണ് ഇവിടെ പോവാണ് എനിക്ക് വയ്യടാ അതാണ് ഇതാന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഭയങ്കര എഫേർട്ട് കാണുന്നുണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൊക്കേഷനിൽ എല്ലാവരും. ഇപ്പോൾ ഫൈറ്റ് തുടങ്ങി 3rd ഡേ ഞാനും 2nd ഡേ കൂടെ അഭിനയിക്കുന്ന ഇഷാൻ ഷൗക്കത്ത് ഡീഹൈഡ്രേറ്റഡ് ആയി പോകും ഓട്ടോമാറ്റിക്കലി ഇത് നിർത്താണ്ടുള്ള ഫൈറ്റും പരിപാടിയായിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ഞങ്ങൾക്ക് അവിടെ മറ്റേ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരു ബെഡ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ചത്തപ്പച്ചക്ക് വേണ്ടി. ഓരോ ആൾക്കാർ ഇറങ്ങുമ്പോൾ അടുത്ത ആൾക്കാർ കയറിക്കൊണ്ടിരിക്കും. പനി അല്ലെങ്കിൽ ഇതേപോലെ ഡീഹൈഡ്രേഷൻ, തലയിറക്കം. അപ്പോൾ അത്യാവശ്യം നല്ല ഡീഹൈഡ്രേഷൻ എങ്ങനെ സംഭവിക്കുക? അത് എത്ര വെള്ളം കുടിച്ചാലും നമ്മൾ ഈ സ്വെറ്റ് ചെയ്തോണ്ടിരിക്കും. ഹീറ്റും ഫൈറ്റ് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കണേ. നമുക്ക് ഓവറായിട്ട് വെള്ളം കുടിക്കാനും പറ്റില്ല, കുളത്തിൽ പിടിക്കും, വെക്കും, ഇട്ട് കറക്കണല്ലേ വെള്ളം കൂടെ. അടിപൊളി പരിപാടിയാണ് ആയി വരണമെന്നാണ് ഒരു വിശ്വാസം. ഇപ്പൊ എത്രത്തോളം സിനിമ ഇറങ്ങിയാലും ഇപ്പൊ എന്തായാലും എന്റെ തലവരെ പറയാൻ പറ്റും. എല്ലാത്തിലും തലവരുണ്ട്, അല്ല എല്ലാവരും തലവരാണ്. ശരിക്കും തലവരയിൽ വിശ്വാസം ഉണ്ടോ? ഒരു ഡെസ്റ്റിനേഷൻ ഫിക്സ്ഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ട്, പക്ഷേ ഫ്രീ വില്ലും ഉണ്ട്. വിശ്വാസമുണ്ട്, പക്ഷെ പണിയെടുക്കണം. കഴിഞ്ഞാൽ തലവര വരും. ഇൻഡ്യൂഷൻസിലൊക്കെ വിശ്വസിക്കാം, ഉള്ളിൽ പറയുന്ന അവിടെ. ശരിക്കും എന്താ അറിയോ, അർജുൻ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ അർജുന് ഇപ്പോൾ ഒരു വന്ന് കയറാൻ എളുപ്പമായിരുന്നു. പക്ഷെ അർജുൻ ആ വിമർശിക്കപ്പെട്ടതുപോലെയല്ല പിന്നീടുള്ള പെർഫോമൻസുകൾ കൊണ്ട് ആളുകൾക്ക് ഹി ഹാസ് ആൻ ആക്ടിങ് സ്കിൽ ഇൻ ഹിസ് മൈൻഡ് അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായ ഒരു സന്ദർഭം ഒരുപാട് അർജുൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇനി ഇപ്പം ഞാൻ ഈ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ആസ് ആൻ ആക്ടർ ഒരു ആക്ടറായി നിലനിന്ന് പോകാൻ എന്താണ് ശരിക്കും അർജുൻ സ്വീകരിക്കുന്ന വഴി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യില്ലെന്നല്ല, എന്താണല്ലോ നമുക്ക് നല്ല കഥകൾ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമല്ല, ഏറ്റവും വലിയ കാര്യം അതാണ്, ചലഞ്ച്. പിന്നെ നല്ല ആ കഥ നല്ല രീതിക്ക് അത് ഓഡിയൻസിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അത് നല്ല രീതിക്ക് നറേറ്റ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ ഒരു സിനിമ എന്നുള്ളത് ഒറ്റ ഒരാളുടെ കയ്യിലിരിക്കുന്ന ഒരു പരിപാടിയല്ല, ടീം വർക്കാണ്. അതിലെല്ലാവരും അവരവരുടെ ജോലി പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ വൃത്തിക്കൊരു പടം കാണാനും ഇറക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ജഡ്ജ്മെന്റ് തെറ്റിപ്പോവും. പടം ഇറങ്ങുന്ന സമയം ലേറ്റ് ആയാലും ആ സമയത്ത് വേറെ വലിയ പടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാരെ ശ്രദ്ധിക്കാണ്ട് പോകും. പിന്നെ OTT വന്നു കഴിയുമ്പോൾ ആ പടം നന്നായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സിനിമ എന്നുള്ളത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ബേസിക്കലി. പക്ഷെ നമുക്കിപ്പോഴത്തെ സിറ്റുവേഷനും ആൾക്കാരെ തിരക്കും കഴിഞ്ഞ ഒരു കൊറോണ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ എന്തായാലും ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് തുടങ്ങി അവരുടെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമുക്കത് ഫോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ചില്ല് ചെയ്ത് പോയി കാണുന്നൊന്നും പറയാൻ പറ്റില്ല, അവർക്ക് തോന്നുമ്പോൾ അവർ കാണുന്നു. പക്ഷേ നമ്മളുടെ ജോലി അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു പരിപാടി മാക്സിമം തിയേറ്ററിൽ പോയി കാണാനാണ് നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതന്നെ കൂടുതലും പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ മലയാള സിനിമ മൊത്തത്തിൽ ഉറ്റുനോക്കിയിരുന്നതാണ് നാഷണൽ അവാർഡിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ്. പക്ഷെ അത് വന്നതിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ, പ്രത്യേകിച്ച് വിശിഷ്യ മലയാള സിനിമ ബേസ് ചെയ്തിട്ട് തന്നെ ആളുകൾ അത് പറയുന്നുണ്ട്. സോ ഇത് കേട്ടപ്പോൾ എന്താണ് ശരിക്കും ആദ്യം തോന്നിയത്? എനിക്ക് ആക്ച്വലി അത് കൊടുക്കണമായിരുന്നു. ജീവിതം കിട്ടേണ്ട ഒരു പരിപാടിയാണല്ലോ. 19 വർഷം വരെ ചെറിയ കണക്കല്ലല്ലോ. പിന്നെ എടുത്ത എഫേർട്ട് എന്ന് പറയുമ്പോൾ ചെറിയ എഫേർട്ടും എല്ലാം എടുത്തേക്കണം. അത് ലൈക്ക് ഒരാളുടെ ജീവിതം തന്നെ സിനിമയ്ക്ക് വേണ്ടി. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത്രത്തോളം അല്ലെങ്കിലും അതിൻ്റെ ഒരു പാതിയെങ്കിലും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ചെയ്യാൻ. ഇപ്പൊ തടി കൂട്ടാനും ബിൽഡ് ചെയ്യാനും തടി കുറയ്ക്കാനും. അപ്പോൾ അതൊരു എക്സ്ട്രീം ലെവലിൽ ഒരു കാണിച്ചെന്നൊരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്നുള്ളൊരു ആക്ടർ. അപ്പം അത് പേഴ്സണലി എനിക്കത് നാഷണൽ അവാർഡ് ആടുജീവിതത്തിന് കൊടുക്കണമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചർച്ചയിൽ പറയാൻ പ്രതിഷേധം എനിക്ക് ആരും കാണാൻ പോകും. പക്ഷേ ആരും വിളിച്ചു കൊടുക്കുന്നില്ല. അത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. അത് ഇപ്പം ഇനി അത് റിവാൻഡ് അടിച്ച് പോകാൻ പറ്റില്ല നമുക്ക്. അത് ഓക്കെ. സോ
തലവര ഓഗസ്റ്റ് 15 വരികയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സിനിമ എന്തായാലും അടിപൊളി വിജയമാവട്ടെ. ഇനിയും മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.